ഹലോ ഗായ്സ്, ഇന്ന് ഞാനും വൈദോട്ടനും ദേ ഒരുങ്ങി നിൽക്കുന്നത് വൈദോട്ടൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. ഇന്ന് ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ. അപ്പം അമ്മമാർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാട്ടോ. അങ്ങനെ ദേ വൈദോട്ടൻ്റെ സ്കൂളിലെത്തിയിട്ടാ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയ കറി ടീച്ചറെ കയ്യിൽ കൊണ്ടുകൊടുത്തോട്ടെ. അതിനുശേഷം ഞങ്ങൾ ദേ പ്രെയർ ഹാളിലേക്കാണ് കേട്ടോ പോയത്. പ്രെയർ ഹാളിൽ പോയപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ KG സെക്ഷന്റെ പരിപാടികൾ തുടങ്ങിയിട്ടാ. KG സെക്ഷന്റെ 2 ഡാൻസ് കഴിഞ്ഞപ്പോൾ വൈദോട്ടൻ്റെ ഡാൻസ് ആയിട്ടാ. പിള്ളേരുടെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുൾ വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റിന് ഇഷ്യൂ കാരണം ഞാൻ ഇത്ര കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിനുശേഷം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാ. അതിന് പിന്നാലെ തന്നെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ പെൺകുട്ടികളൊക്കെ സുന്ദരി കുട്ടികളായിട്ട് വാമനനും മഹാബലിനെയും ഒക്കെ സ്വീകരിച്ചു വരുന്നുണ്ട് കേട്ടോ. അവർ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാം. പിന്നാലെ തന്നെ പുലിക്കുട്ടികളും ഉണ്ട് കേട്ടോ. പുലിക്കുട്ടികളുടെ ഡാൻസ് കണ്ടപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നു. അത് പിന്നെ കുട്ടികളൊക്കെ വേഷം കെട്ടി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അവിടെ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഹാബലി സ്റ്റേജിലൊക്കെ കയറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടാറ്റൊക്കെ തന്നു കേട്ടോ. പിന്നെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വൈദുട്ടിൻ്റെ കൂട്ടുകാരൻ ഓടി വന്ന് അമ്മമാരെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. വിശക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. പിന്നെ ടീച്ചർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു കേട്ടോ, KG സെക്ഷൻ്റെ ഫുഡ് കൊടുക്കുന്നുണ്ട്, വേഗം അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ കൂട്ടി അവിടേക്ക് പോയിട്ടാ ആദ്യം തന്നെ. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ കൂട്ടുകാരൊക്കെ വിളിച്ച് അടുത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. പായസം ഒരു രക്ഷയില്ല കേട്ടോ. പാലട പായസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 ഗ്ലാസ്സൊക്കെ പാലട പായസമാണ് കേട്ടോ കുടിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പ്രയർ റൂമിൽ വന്നിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികളുടെ പരിപാടികളും കുട്ടികളെ സ്റ്റേജിൽ കയറ്റി പാട്ട് പാടിപ്പിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അതിനുശേഷം KG സെക്ഷനിലെ കുട്ടികളുടെ പരിപാടികളൊക്കെ ക്ലാസ്സുകളിലാണ് നടക്കുന്നത് പറഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവരും കൊണ്ടുപോയി കേട്ടോ. അതേ കുട്ടികളൊക്കെ അവിടെ ടീച്ചർമാരും എല്ലാവരും കൂടി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരൊക്കെ ഇരുത്തി കുറച്ച് പൂക്കളൊക്കെ ഇടിപ്പിച്ചു. പിന്നെ കസാരക്കളി ഒരു രക്ഷയില്ല കേട്ടോ. ടീച്ചർമാരും അവർക്കൊപ്പം തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ പരിപാടി. നന്നായി പിള്ളേർ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിള്ളേർ മാത്രമല്ല കേട്ടോ, അമ്മമാർ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരെ കളികളൊക്കെ കാണാൻ. വൈദൂട്ടിനൊക്കെ ഒരുപാട് ഹാപ്പിയായി. കാരണം കുറേ നാൾക്ക് ശേഷമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. സ്കൂളിൽ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്ന ഗസ്റ്റ് പറഞ്ഞതാണ് കേട്ടാ, കുട്ടികളുടെ ഏറ്റവും മനോഹരമായ കാലം അവരുടെ കുട്ടിക്കാലാണത്രേ. പക്ഷെ അത് അവർക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. അത് ശരിയാണല്ലേ. നമ്മളിപ്പോഴാണ് ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നത് കേട്ടോ. അവരൊക്കെ കളിക്കുന്ന കാണുമ്പോൾ ശരിക്കും പണ്ടത്തെ കാലമൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യുക, ഇനി അതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അവിടെ വലിയ കുട്ടികളുടെ പരിപാടികൾ ഉറിയടിയും വടംവലിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പരിപാടികൾക്ക് ശേഷം ഞാനും വൈദൂട്ടിനും നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.